മുംബൈ ഭീകരാക്രമണ കേസിൽ അമേരിക്ക സ്വീകരിച്ച സമീപനത്തെ വിമർശിച്ച് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ജി.കെ. പിള്ള തഹാവൂർ റാണ ചെറിയ കളിക്കാരനാണ്. ബുദ്ധികേന്ദ്രം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആയിരുന്നു. പക്ഷേ ഹെഡ്ലിയെ വിട്ടുതരാൻ തയ്യാറാകാതെ അമേരിക്ക വിശ്വാസവഞ്ചന കാണിച്ചു. ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ആഭ്യന്തര സെക്രട്ടറിയുടെ ഈ പരാമർശം. മുംബൈ ഭീകരാക്രമണമടക്കമുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവരിൽ പ്രധാനി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. ഇതിന്റെ തെളിവുകൾ NIA-ക്ക് ലഭിച്ചിരുന്നു. അമേരിക്കൻ പാക് ഡബിൾ ഏജന്റായിരുന്നു ഹെഡ്ലി. ഇയാളെ വിട്ടുനൽകാൻ അമേരിക്ക തടസ്സം നിന്നു. ജി.കെ. പിള്ള പറഞ്ഞു. റാണയുടെ പാക് ബാല്യകാല സുഹൃത്തായിരുന്ന ഹെഡ്ലി കൊടും ഭീകരവാദിയാണ്. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്തി ഭീകരപ്രവർത്തനം നടത്താൻ ചില സഹായങ്ങൾ റാണ ചെയ്തു കൊടുത്തു. 2009 US-ൽ അറസ്റ്റിലായ ഹെഡ്ലിയെ വിചാരണയ്ക്കായി വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഹെഡ്ലിയെ വിട്ടുകിട്ടുന്ന കാര്യത്തിൽ ഇന്ത്യയോട് നിഷേധാത്മകമായ സമീപനം അമേരിക്ക പുലർത്തി. ഇന്ത്യ വിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഹെഡ്ലിക്കെതിരെ തെളിവുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക വിശ്വാസവഞ്ചന നടത്തിയെന്നും ജി.കെ. പിള്ള വിമർശിച്ചു. രാജ്യത്തെ ഞെട്ടിച്ച 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008-ലെ മുംബൈ ഭീകരാക്രമണ സമയത്തും പിന്നീട് ഹെഡ്ലിയുടെ അറസ്റ്റ് സമയത്തും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായിരുന്നു മലയാളിയായ ജി.കെ. പിള്ള. ഹെഡ്ലിയുടെ പാസ്പോർട്ടിൽ പാകിസ്ഥാനിയായ പിതാവിന്റെ വിവരങ്ങൾ ഇല്ലായിരുന്നു. അമേരിക്കക്കാരിയായ മാതാവിന്റെ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സംശയത്തിനിടയില്ലാതെ US പാസ്പോർട്ട് ഉപയോഗിച്ച് പലതവണ ഹെഡ്ലി ഇന്ത്യയിലെത്തി. പാകിസ്ഥാനിലേക്കും യാത്ര നടത്തി. എന്നാൽ സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽ ഇത് വന്നില്ലെന്നും റാണയുടെ പങ്ക് ഈ കേസിൽ താരതമ്യേന ചെറുതാണെന്നും പിള്ള വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.